കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരങ്ങൾ തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയെ നോക്കി പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ധൂപം പോലും ഉയരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യവും മുദ്രയും പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിന്റെ പ്രത്യക്ഷാൽത്താരിൽ കർത്താവെ അർപ്പിക്കപ്പെടുന്ന ആരാധനയിൽ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ നോക്കി പാടാം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ
സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് എന്റെ ജീവിതത്തിൽ പതിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദവര മാതാവേ, പ്രസാദവര മാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇക്കാലം എത്രയും കർത്താവേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിലൂടെ അമ്മ മാധ്യസം തേടി പ്രാർത്ഥനയിലൂടെ നിന്ന് എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ചേർന്ന് പറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 കഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് സഭയുടെ വിവേചന അധികാരത്താൽ പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, സമയ സന്ദർഭങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടു കൂടി അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വിടുതലയുടെ ആശ്വാസവും രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധ അമ്മയുടെ തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി കൈവരിക്കുവാനമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, അമ്മയുടെ കൃപാപർവ്വതത്തിൽ കൃപാസനത്തിലും നിയോഗങ്ങൾ അർപ്പിച്ച് ഓരോ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ നിയോഗത്തിലും നിറയണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും അമ്മേ പരിശുദ്ധമ്മേ, സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിയോഗങ്ങളെ രോഗസൗഖ്യ പ്രാർത്ഥനയായിട്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആദ്യം മൗനമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അച്ഛൻ
ശബ്ദത്തിൽ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്കുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥനയും ആദ്യമാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ, കാര്യം മഹാസങ്കടങ്ങളുടെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാധാരണ ജീവിതത്തിനുണ്ടാകുന്ന ദുരിതങ്ങൾ മാത്രമല്ല, അനേകം പുതിയ ദുരിതങ്ങളാണ് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നത്. ദൈവത്തെ അകന്നു പോയവരെ ഇപ്പോഴ് ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. തകർന്ന കുടുംബങ്ങൾ, തരിപ്പണമായ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ, മാതാപിതാക്കന്മാർ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങൾ അവരുടെ വഴിക്ക് പോകുന്നവർ, സമ്പത്ത് മാത്രമുണ്ട് പക്ഷെ ജീവിതമില്ല, വിശ്വാസമില്ല, അകപ്പാടെ കുത്തഴിഞ്ഞ ഒരവസ്ഥ. അങ്ങനെയുള്ള തകർന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. വീട് ഇല്ലാത്തവർ, വാടക വീട്ടിൽ നിന്ന് മനഃപൂർവ്വം ചതിക്കപ്പെട്ട് ഒഴിഞ്ഞു പോകാതെ കേസും വാക്കാണുമായി നടക്കുന്നവർ, ബോധപൂർവം ട്രാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഓരോ കച്ചവടങ്ങളിലൊക്കെ ചെന്ന് നമ്മളെ ചാടിച്ചിട്ട് അവസാനം ആക്രമിക്കപ്പെടുന്നവർ, സാമ്പത്തിക ആക്രമണം എന്ന് പറയുമ്പോൾ ശാരീരിക ആക്രമണം മാത്രമല്ല, പലതരത്തിലുള്ള ആക്രമണങ്ങളാണ് വ്യക്തികൾ അനുഭവിക്കുന്നത്. സഭയിലുള്ളവർ മാത്രമല്ല, അല്ലാത്തവരും ഈ ആരാധനയിൽ കൂടുന്നുണ്ട്. അവരെയും ഇപ്പോഴ് ആരാധനയിൽ അൾത്താരയിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ അനേകം വൈദികർ ഇതിനകം അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഇടയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ഏത് സമൂഹത്തിനേക്കാൾ കൂടുതൽ വൈദികരാണ് പ്രൊപ്പോർഷനേറ്റായിട്ട് മരിച്ചിരിക്കുന്നത്. എല്ലാവരും അവരുടെ ദൗത്യം, ഒഴിവാക്കാനാവാത്ത ദൗത്യത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കോവിഡ് വന്ന് മരിച്ചു പോയവരാണ്. കൂടുതൽ ദൈവവിളി ഉണ്ടാകാനും കൂടുതൽ കുഞ്ഞുങ്ങളെ സഭയ്ക്ക് ജനിക്കാനും ഇതൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്, നിസ്സാര പ്രശ്നമല്ല. മാതാപിതാക്കന്മാർ വർഷങ്ങളായിട്ട് പലയിടങ്ങളിൽ അവിടെ ജോലിയും വേലയും ഗവൺമെൻറ് സർട്ടിഫിക്കറ്റുകളും എല്ലാം സംഘടിപ്പിച്ച് സുരക്ഷിതമാകുന്ന ആക്കാനുള്ള വ്യഗ്രതയിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സൗകര്യം കിട്ടാത്തവരെ ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ പ്രത്യേകമായ കരുണയും കൃപയും ഈ നിമിഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വസ്തുസംബന്ധമായ എല്ലാ മേഖലകളിലേക്ക് സ്പർശിക്ക് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുമൂലം സാമ്പത്തിക ഞെരുക്കത്തിലും ജപ്തിക്കുരുക്കിലും കഴിയുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം നിറവോടെ പാടാം. കൃപയാലേ കൃപയാലനുദിനം ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ദൈവവചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഈ ദിവസങ്ങളിൽ കൃപാസനത്തിലൊരു സാക്ഷി നിങ്ങൾ കണ്ടു കാണാം. ആ സാക്ഷ്യം ഇതാണ്. പള്ളിപ്പുറത്തെ ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ്. സാക്ഷ്യം ഇതാണ്. ഇവർക്ക് ലുക്കീമിയയാണ്.
രക്താർബുദമാണ് രോഗം. അപ്പോൾ രക്താർബുദം രോഗം അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ കേരളത്തിലൊരു പ്രഖ്യാപിതമായ ആശുപത്രിയിലാണ് ടെസ്റ്റ് നടന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യാനത് പാടായിരിക്കും, കാര്യം 50 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ രക്താർബുദം ഈ ആശുപത്രി ചികിത്സിക്കുന്നതിന് 50 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പം നിങ്ങളെ കണ്ടിട്ട് അത് മുടക്കാനുള്ള കഴിവുള്ളവരല്ല, അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇവർ പോകുന്നതിന് മുമ്പ് RCCയിൽ പോയി കീമോ തുടങ്ങി. അപ്പോൾ കീമോ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും ശരീരം ഇങ്ങനെ ഡൗണായി വരികയാണ്. അറിയാമല്ലോ കീമോ പേഷ്യൻ്റെ അവസ്ഥ അറിയാമല്ലോ. അത് രക്താർബുദത്തിൻ്റെ കീമോ കൂടുതലാണ്. അപ്പോൾ അത് കൊണ്ട് ശരീരം വല്ലാത്ത രീതിയിലേക്ക് തളരുകയാണ്. അപ്പോൾ ഇവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവരുടെ മനസ്സിലെ കർത്താവ് ഒരു വചനം കൊടുത്ത് അവർ നന്നായിട്ട് ആ സാക്ഷ്യം പറയുന്നുണ്ട്. ആ വചനം കൊടുത്തിരിക്കുന്ന ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അതാണ് അവിടെ മനസ്സിൽ വന്ന വചനം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് കൊടുത്തൊരു വചനമാണത്. എന്താണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ് 1-ാം അധ്യായം 49-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്ക 1-ാം അധ്യായം 49-ാമത്തെ വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ആ വാക്ക് അവരുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് ആണ് ലുക്കീമിയ. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവിന് കീമോ കഴിയുമ്പോൾ വളരെ ഡൗൺ ആയിപ്പോയ ആൾ. അപ്പോൾ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി കിട്ടിയ വചനം ഇതാണ്: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ ഉടനെ അവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഭർത്താവിന് നേർച്ച വസ്തുക്കൾ കൊടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി തൈലം ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവർ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അവിടെ വെച്ച്, ആ പേപ്പറിലാണ്, ആ വചനം എഴുതിയ പേപ്പറിലാണ് നേർച്ച വസ്തു വെച്ചിരിക്കുന്നത്. അതെന്താ കാര്യം? കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഈ നേർച്ച വസ്തുക്കളിലൂടെ കർത്താവ് അവർക്ക് ചെയ്യും എന്നാണ് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു സ്വരം കേൾക്കും. എന്താണ്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന്. അതൊരു സ്വരമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും തോന്നി പിന്നെ കർത്താവ് സ്വരത്തിൽ സംസാരിക്കാൻ പോകണം. അതായത് ഈ മേഖലയുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ബുദ്ധിയുടെ മേഖലയെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 10 ജന്മം അവർ ഈ ഭൂമി ജീവിച്ചിട്ട് ഒരു കഥയുമില്ല, അത് മനസ്സിലാവത്തില്ല. കാര്യം ഇത് ഹൃദയത്തിൻ്റെ ഒരു മേഖലയാണ്. ഈ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കൊടുത്ത വചനമാണ്. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനെ അറിയിക്കാൻ വേണ്ടിയാണ് ആ വചനം എഴുതിയിട്ട് അതിൻ്റെ പുറത്ത് ഈ രോഗി ഉപയോഗിക്കാനുള്ള നേർച്ച വസ്തുക്കൾ എടുത്ത് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞ് അവർ സ്വരം കേൾക്കും: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന്. അതിനുശേഷം ഈ രോഗം പൂർണ്ണമായി അങ്ങ് സുഖപ്പെടും. കീമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കീമോയുടെ ആ ആവിയും പുകയും അതിൻ്റെ തളർച്ചയും തകർച്ചയും ഒന്നും അനുഭവിക്കാതെ തന്നെ ഈ വ്യക്തി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കർത്താവ് ഇവനെ ഉയർത്തിക്കൊണ്ടുവരും. ഈ സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഉടനെ വന്ന വചനം,
ഈ പുരോഹിതന്മാർ പോലും ഇങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്തവരുണ്ട്. പുതിയ പുരോഹിതന്മാരല്ല, പണ്ടത്തെ പുരോഹിതന്മാരുടെയും ചില പുരോഹിതന്മാരുടെ അവസ്ഥ അതാണ്. അവരിത് ഈ സാമാന്യ ജനത്തിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിക്കത്തില്ല. അവരതിൻ്റെ റീസൺ അന്വേഷിക്കും ഉടനെ ബുദ്ധിപരമായിട്ട്. ഇപ്പം ഞാനെന്തെങ്കിലും പറഞ്ഞാൽ സക്കറിയ പുരോഹിതനല്ലേ, സക്കറിയ പുരോഹിതന് ഒരിക്കലും അൾത്താറയിൽ ഇങ്ങനെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേ ഗബ്രിയേൽ മാലാഖ നേരിട്ട് വന്ന്, അതായത് അൾത്താരെ ധൂപിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ മനുഷ്യൻ. അയാൾ ചെറുപ്പക്കാരനൊന്നുമല്ല, 90 വയസ്സുള്ള മനുഷ്യനാണ്. ഇത്രയും വയസ്സ് കർത്താവിൻ്റെ വേല ചെയ്തയാളാണ്. ഇയാളോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവ സന്നിധി കേൾക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പറയണത്. നിൻ്റെ പ്രാർത്ഥന ദൈവ തിരുസന്നിധി, അതായത് ലൂക്ക 1:13 സുന്ദരമായ ഒരു വചനമാണ്. എന്താ പറയണത്? വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:13, സക്കറിയ, നിൻ്റെ പ്രാർത്ഥന ദൈവ തിരുസന്നിധിയിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴെന്താണ് പറയണത്? ദൈവമേ, അപ്പം കരഞ്ഞുകൊണ്ട് നന്ദി പറയേണ്ടതാണ് ഈ പുരോഹിതൻ, അല്ലേ? ഈ മനുഷ്യൻ 45 വയസ്സിലാണ് മറ്റേ പ്രാർത്ഥിച്ചതാ. അതാണ് സക്കറിയാക്ക് അങ്ങനെ സംശയം വരാൻ കാര്യം. 45 വയസ്സിൽ അയാളുടെ ഭാര്യയ്ക്കൊക്കെ ഒരുവിധം പിള്ളേർ ജനിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. അന്നെങ്ങാണ്ട് പ്രാർത്ഥിച്ച കാര്യമാണ് ഇപ്പോഴും മാലാഖ പറഞ്ഞത്. സക്കറിയാക്ക് ഇപ്പോൾ 90 വയസ്സായി. പുള്ളിയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ, ഈ പ്രാർത്ഥനയുടെ ഒരു രീതി അതാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഉത്തരം തരാം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും ഉത്തരം തരാം. ഇപ്പോഴ് നിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, നീ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചോ. മൂത്ത മകന് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? കുറേ നാൾ മക്കളില്ലാതിരുന്നപ്പം പറഞ്ഞ, കർത്താവേ, എനിക്കൊരു മകൻ ജനിക്കുകയാണെങ്കിൽ അവനെ ഞാൻ പട്ടത്തിന് വിട്ടേക്കാമെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിക്കുമല്ലേ മനുഷ്യർ? മൂത്ത മകൻ പട്ടത്തിന് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവനെ. പക്ഷേ മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പട്ടാളത്തിൽ പോയി. എങ്ങനെയുണ്ട്? പട്ടാളത്തുകാരന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ പോയത് എവിടെയാണ്? പട്ടാളത്തിൽ. അപ്പോൾ ഇളയ മകൻ ജനിച്ചപ്പോൾ ഇളയ മകൻ വളർന്നപ്പോൾ പറഞ്ഞു, അപ്പാ എനിക്ക് പട്ടത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം ഇളയ മകന് കൊടുത്തു. അതായത് പ്രാർത്ഥന ഒരിക്കലും നശിക്കണില്ല. നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, പക്ഷേ സമയം നിശ്ചയിക്കാൻ നിനക്കോ എനിക്കോ അധികാരമില്ല. അത് ഏത് വകുപ്പിലാണ് വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടതും ദൈവത്തിൻ്റെതാണ്. ദൈവവേദലേ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം അനുഗ്രഹിക്കണമെന്ന് മത്സരം പിടിക്കരുത്. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേട്ടതെന്ന് പറയരുത്. മറിച്ച് നീ പ്രാർത്ഥിച്ചു, പക്ഷേ നിന്നൊക്കെ പ്രാർത്ഥന കേൾക്കണത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ അറിയാൻ പാടില്ല. സക്കറിയ പുരോഹിതനാണ്, 90 വയസ്സുണ്ട്, പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ല. ഇത് വലിയൊരു ദുരന്തമാണ്. നമുക്ക് പ്രായമാകാം, പക്ഷേ വിവേചന അധികം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നമ്മൾ പുരോഹിതനാകാം, അല്ലെങ്കിൽ ദൈവശുശ്രൂഷകരാകാം, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് നിർബന്ധം, വിവേചനം കിട്ടത്തില്ല. അപ്പം നമുക്ക് പ്രായമാകാം, പക്ഷെ ദൈവത്തിനെ അറിയണമെന്ന് നിർബന്ധമില്ല. അത് നിസ്സാര കാര്യമല്ല. കാര്യം ദൈവത്തെ അറിയാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വലിയ പാടാണ് ശരിക്കും, ദൈവത്തെ അറിയാത്തവർക്ക്. എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, സക്കറിയ ഇങ്ങനെ ഒരു തൻ്റെ ആധ്യാത്മിക ദാരിദ്ര്യം ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴേ എന്താ ചെയ്തിരിക്കണം? സക്കറിയായോട് നീ ഊമനായി തീരുമെന്ന് പറഞ്ഞ്, അതായത് എന്താണ്? നീ പുരോഹിതനാണ്, ഊമനായി തീരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയെന്നതിൻ്റെ അർത്ഥം. വാ തുറന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. എന്താ കാര്യം? ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, വാ തുറന്ന് പ്രാർത്ഥിക്കാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് കുടുംബങ്ങളിലേക്ക്, ഇല്ലേ? ഊമരാണ് സക്രിയയെ പോലെ. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇരിക്കാം, പരിശുദ്ധ മറിയം നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കഴിഞ്ഞാൽ ഊമനായ സക്രിയ അവിടെ തൂണും ചാരി ഇരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അപ്പനായിരിക്കും, ചിലപ്പോൾ
അപ്പാപ്പനായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. എന്താണ്? അവൻ അതൊന്നും പ്രാർത്ഥിക്കത്തില്ല, മനസ്സിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, ഇടാ നന്മ പറഞ്ഞവരെയും ചെല്ലും, പരിശുദ്ധമറിയും ചെല്ലണില്ലേ, ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കണ മാത്രമല്ല പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവർ വാ തുറന്ന് പ്രാർത്ഥിക്കണം. സക്കറിയായ്ക്ക് ആ വാ തുറന്നുള്ള പ്രാർത്ഥന ഏതാണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ദൈവം. എന്താ കാര്യം? യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. യഥാകാലം നിറവേറേണ്ട ദൈവത്തിൻ്റെ വചനം അവൻ അവിശ്വസിച്ചു. ഇപ്പം വചനം അവിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം അപ്പം തന്നെ പളിച്ചയായിപ്പോകും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം വിശ്വസിച്ചുകൊണ്ട് വചന അധിഷ്ഠിതമായി വാതുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പ്രാർത്ഥനാ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവായ ഈശോയുടെ സാന്നിധ്യം നിറയുകയാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അനുതാപത്തോടെ വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ തള്ളപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മാവിനാൽ അഭിഷിക്തരാകാൻ നഷ്ടപ്പെട്ടവർക്ക്, പ്രാർത്ഥനാ ജീവിതം തകർന്നവർക്ക്, വിശ്വാസ ജീവിതം കരുത്തുപോയവർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഈ ആശീർവാദത്തിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. അനുതാപത്തോടെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ നിറയണമേ, കർത്താവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളുടെ മേൽ ആത്മാവ് നിറയട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കർത്താവേ, ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേല്, യൂട്യൂബിൽ നിറയുന്ന മക്കളുടെ മേൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, ക്യാൻസർ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. മാരക ദുരിതങ്ങൾ, വേദനയിൽ കഴിയുന്നവര്, കോവിഡ് രോഗത്തിൽ കഴിയുന്നവര്, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവര്, കർത്താവ് വിദ്യാഭ്യാസ മേഖലകള്, കർത്താവെ സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. ഈശോ ആശീർവദിക്കുകയാണ്. തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ ഈശോ സ്പർശിക്കുകയാണ്. കർത്താവിന്റെ ചൈതന്യം നിറയുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ ഈശോ സ്പർശിക്കുന്നു. ഭവനരഹിതരെ സ്പർശിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും